ഭാസ്കരകാരനവർ വധക്കേസിൽ 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതിയായിരുന്നു ഷെറിൻ. ആ ഷെറിൻ ഇപ്പോൾ ഗവർണർ കൂടി ഒപ്പുവെച്ചാൽ ജയിൽ മോചിതയാകും എന്നുള്ളതാണ് ചിലർക്കുള്ള സന്തോഷ വാർത്ത. ഈ വാർത്ത പറയുമ്പോൾ ഇന്നലെ തന്നെ നമ്മളൊരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ശരവേഗത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ നടപടികൾ നീങ്ങിയത്. ഏറ്റവും ആദ്യമേ തന്നെ ജയിൽ ഉപദേശക സമിതി, അതായത് കണ്ണൂർ ജയിലിലാണ് കഴിഞ്ഞിരുന്നത്. ആദ്യം ഇവർ അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു തിരുവനന്തപുരം, പിന്നീട് അവിടെ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റി, വീണ്ടും അട്ടക്കുളങ്ങരക്ക് വന്നു, പിന്നെ ഇവരെ വീണ്ടും കണ്ണൂരിലേക്ക് മാറ്റി. അങ്ങനെ കണ്ണൂരിൽ ജയിൽ ഉപദേശക സമിതി ഇവർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. റിപ്പോർട്ടിൽ ഇവർ വളരെ നല്ല ആളാണെന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. ജയിലിൽ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും വളരെ സത്യസന്ധമായി ചെയ്യും എന്നുള്ളതാണ് ഒരു ഉപദേശക സമിതി അംഗം തന്നെ മനോരമ ന്യൂസിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഉപദേശക സമിതിയിൽ CPM-ൻ്റെ മുൻ MLA-മാരടക്കമാണ്, അതായത് KK ലതിക, സലീഫ. KK ലതിക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ കോഴിക്കോട് തിരുവനന്തപുരത്തെ കോഴിക്കോടിൻ്റെ ജില്ലാ സെക്രട്ടറി, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹനൻ മാസ്റ്ററുടെ ഭാര്യയാണ്. മോഹനൻ മാസ്റ്റർ തന്നെ നമുക്കറിയാമല്ലോ, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ KK ലതികയുടെയും ഈ പറയുന്ന പോലെ അതുപോലെ സലീഫയുടെയും സരള, ഈ 3 പേരാണ് ആ റിപ്പോർട്ട് അപേക്ഷ പരിഗണിക്കുന്നത്. അവരപേക്ഷ പരിഗണിച്ച് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നു. കാരണം ഇങ്ങനെ ഒരാൾ പുറത്തിറങ്ങി ഈ നാടിന് സേവനം ചെയ്യേണ്ടതാണ് എന്നവർ വിചാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് വരുന്നു. ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഷെറിൻ എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് വരുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ റിപ്പോർട്ട് ആവശ്യമുണ്ട്. ആ റിപ്പോർട്ടും ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. പിന്നെ പുറത്തിറങ്ങിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള പോലീസിൻ്റെ റിപ്പോർട്ടൊക്കെ വരുന്നു. ഇങ്ങനെ റിപ്പോർട്ടുകളെല്ലാം ദോശ ചൂടുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് എത്തുന്നു. അങ്ങനെ ഇവരെ പുറത്തേക്ക് ഇറങ്ങാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭയിലുള്ള ആളുകളൊക്കെ കൂടി ആവേശത്തോടു കൂടി ഷെറിൻ പുറത്തിറങ്ങിയേ പറ്റൂ എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കുന്നു. നേരെ ഇനിയിപ്പോൾ ഗവർണർക്ക് അയച്ചു കൊടുക്കുന്നു. ഗവർണർ കൂടി ഒപ്പിട്ടാൽ അത് പുറത്തേക്ക് ഇറങ്ങും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, ഒരു ഘടകകക്ഷി നേതാവ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അത് നമ്മുടെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ജനം TV-യുടെ ഹെഡ്, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ഏതാണ്ട് സൂചനകളൊക്കെ വളരെ കൃത്യമായിരുന്നു. അതിൽ സ്ത്രീ വിഷയത്തിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടിയിട്ടുള്ള ഒരു ഘടകകക്ഷി നേതാവാണ്, അദ്ദേഹത്തിൻ്റെ കാറിലാണ് ഇവരെ ജയിലിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നത് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ളത് ഏതാണ്ട് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഇന്നലെ മനോരമ ചാനലിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ, മനോരമ ചാനലിൽ നടന്ന ചർച്ചയുടെ ഹെഡിങ് തന്നെ അതിഗംഭീരമാണ്. ഷാനി പ്രഭാകരൻ അയച്ച് ചർച്ച ചോദിച്ചിരുന്നത് ഈ പറയുന്ന പോലെ കരുണ കൊലപാതകങ്ങളോട് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ നമ്മുടെ ചാമക്കാല കൃത്യമായിട്ട് പറഞ്ഞേക്കണോ, ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹം കഴിഞ്ഞ തവണ പത്തനാപുരത്ത് ഈ KB ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചതാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് KB ഗണേഷ് കുമാറിൻ്റെ, അതായത് മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഷെറിൻ പുറത്തേക്കിറങ്ങിയത് എന്ന് മാത്രമല്ല, ഷെറിൻ പലതവണ പരോൾ കിട്ടിയിട്ട് ഒപ്പിടാൻ വേണ്ടി അവിടെ സ്റ്റേഷനിലെത്തുമ്പോൾ, ഇവർ പത്തനാപുരംകാരിയാണ്, പത്തനാപുരത്തെ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പ്രദീപ് കോട്ടാത്തല എന്ന് പറയുന്ന ഈ മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ കുപ്രസിദ്ധനായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫ് തന്നെ ഇവരോടൊപ്പം മാസ്ക് വെച്ച് ചെല്ലുകയും റൈറ്ററുടെ അടുത്ത് ചെന്ന് ഒപ്പിടിപ്പിച്ച് അപ്പം തന്നെ തിരികെ കൊണ്ടുപോരുകയും ചെയ്തു. എന്താണ് ഈ പ്രദീപ് കോട്ടാത്തലക്കും മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഓഫീസിനും ഇതുമായി ബന്ധം? ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കേസെടുക്കട്ടെ ഗവൺമെൻറ്, ബാക്കി കാണാം എന്നുള്ളൊരു വെല്ലുവിളിയാണ് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല നടത്തിയിട്ടുള്ളത്. ആ വെല്ലുവിളിയുടെ മുമ്പിൽ ചൂളിപ്പോവുകയാണ് CPM-ൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ പ്രദീപ് കോട്ടാത്തല എന്ന് പറയുന്നത് മറ്റു പല വിവാദങ്ങളിലുമൊക്കെ പെട്ടിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, 20-28 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്, അതിൽ കിടപ്പ് രോഗികളുണ്ട്. അവരെയൊന്നും പുറത്തേക്ക് വിടാൻ ഗവൺമെൻറ് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്കറിയുന്നത് പോലെ 20 കൊല്ലം കഴിഞ്ഞിട്ടുള്ള 2 സ്ത്രീകൾ അവിടെ അപേക്ഷ കൊടുത്തിരുന്നു, അവരെയും പുറത്തേക്ക് വിടുന്നില്ല. പക്ഷേ ഷെറിൻ പുറത്തേക്ക് വരേണ്ടത് അത്യന്തം നമ്മുടെ കേരള സമൂഹത്തിന് വളരെ ആവശ്യമാണ് എന്നുള്ളത് നമ്മുടെ കാരണഭൂതനായിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കും തോന്നിയിരിക്കുന്നു. പണ്ടും ഇതുപോലെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് സോളാർ കേസിൽ പ്രതിയുടെ നമ്പർ മന്ത്രിമാർ തമ്മിൽ കൈമാറ്റം ചെയ്തിരുന്നു എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒരു ആരോപണമായി പുറത്തേക്ക് വന്നിരുന്നു. ഇതിലൊക്കെ ചില ശരികളുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ മന്ത്രിമാർ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് നമ്മളെ ഭരിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കുളിര് കോരും.
AK ശശീന്ദ്രനെ പോലെയുള്ള ആളുകൾ മാത്രമല്ല, AK ശശീന്ദ്രൻ പറഞ്ഞിട്ടുള്ള സംഭാഷണമൊക്കെ നമ്മൾ കേട്ടതാണ്. ഒരു മംഗളം പത്രത്തിൻ്റെ ലേഖികയോട് ലേഖികയാണെന്ന് വിചാരിച്ച് പറഞ്ഞിട്ടുള്ള സംഭാഷണമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ആളുകളൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്ന, ഒരു മന്ത്രി ഗണേഷ് കുമാർ മാത്രം വിചാരിച്ചാൽ ഇത്ര പെട്ടെന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. പകരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു ആരോപണങ്ങൾ കൂടി നിലവിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും അവരൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി യഥാർത്ഥത്തിൽ ഈ 3 ജീവപര്യന്തം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും, മാവേലിക്കര സെഷൻസ് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവർ അപ്പീൽ പോയിട്ടൊന്നും യാതൊരു രക്ഷയുണ്ടായില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ വിധി ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഷെറിൻ എന്ന് പറയുന്ന സ്ത്രീ അവർ നടത്തിയിട്ടുള്ള കൊലപാതകം, ഈ ഭാസ്കര കാർണവർ എന്ന് പറയുന്ന ഈ ഒരു US പൗരനായിരുന്ന, US നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ധനാഢ്യനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകൻ ബിനുവിനെ കൊണ്ട്, ശാരീരികമായി ചില അസ്വസ്ഥതകളുള്ള ആളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഷെറിനെ കല്യാണം കഴിക്കുന്നു. ഷെറിൻ ചില വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവരുടെ മകളുടെയും, ഷെറിൻ്റെ മകളുടെയും ഈ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ മകൻ്റെയും പേരിലും മകളുടെ പേരിലും ഒരു ആധാരം ഇവർ രജിസ്റ്റർ ചെയ്യുന്നു, സ്വത്തൊക്കെ എഴുതി വെക്കുന്നു. പക്ഷേ ഷെറിൻ്റെ നടപടികൾ അത്ര ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടിട്ട് ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം ക്യാൻസൽ ചെയ്യുന്നു, ഭാസ്കര കാർണവർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഈ പറയുന്ന ധനം കിട്ടുന്നതിന് വേണ്ടി, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി കൂടിയാണ്, പിന്നെ അവരുടെ വഴിവിട്ട ചില രീതികളൊക്കെ തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടിയാണ് അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള 3 സുഹൃത്തുക്കളോടൊപ്പം ഈ കൊലപാതകം നടത്തിയത്. അത്തരത്തിൽ കൊലപാതകം നടത്തിയൊരു പ്രതി അങ്ങേയറ്റം മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് ഇനി വേണമെങ്കിൽ അവരെ കന്യാസ്ത്രീ മഠത്തിൽ ചേർക്കാവുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. വേണമെങ്കിൽ രൂപക്കൂടിനകത്ത് വെച്ച് പ്രതിഷ്ഠിക്കാം എന്നുള്ള ലെവലിലേക്കുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മുടെ ഗവൺമെൻറ് എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ശരി, കൊടിസുനിക്ക് മാത്രമല്ല, ഇത്തരത്തിൽ കൊടിസുനിക്കും കിർമാണി മനോജിനും മാത്രമല്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഷെറിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ ഈ നിലപാടെടുത്തിരിക്കുന്നു. ഷെറിനും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടതുപക്ഷക്കാരിയായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതിൽ ഈ ഷെറിൻ പുറത്തു വരാൻ കാത്തിരിക്കുന്നതിൽ നേരത്തെ പറഞ്ഞ മന്ത്രി മാത്രമല്ല, മിക്കവാറും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതൻ കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെ പെട്ടെന്ന് കുളിര് കോരുന്ന ചില ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, അനിൽ നമ്പ്യാർ ഇന്നലെ ഒരു ഗോപ്യമായി പറഞ്ഞത്, കുറച്ചുകൂടി ആളെ കൃത്യമായി പറയാതെ പറഞ്ഞത്, ഇന്ന് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല വന്ന് തുറന്നടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജ്യോതികുമാർ കഴിഞ്ഞ തവണ ഗണേഷ് കുമാർ അവിടെ ജയിക്കുമ്പോൾ, അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഇലക്ഷൻ 2016 അവിടെ ജയിക്കുമ്പോൾ ജഗദീഷോട് മത്സരിച്ചുകൊണ്ടാണ് ഗണേഷ് കുമാർ അവിടെ ജയിക്കുന്നത്. അന്നേരം ഏതാണ്ട് 24,000 വോട്ടിൽ പരം വരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 17% വരുന്ന മാർജിനൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്യുമ്പോൾ ജയിക്കുമ്പോൾ. പക്ഷേ കഴിഞ്ഞ തവണ ഗണേഷ് കുമാർ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. 49.09% വോട്ട് മേടിച്ചു. അതവിടെ അന്ന് എതിര് മത്സരിച്ചിരുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല 38.63% വോട്ട് മേടിച്ചു. അപ്പോൾ ഭൂരിപക്ഷം കുറക്കാനായിട്ട് ജ്യോതികുമാർ ചാമക്കാലക്ക് കഴിഞ്ഞിരുന്നു. 14,336 എന്ന് പറഞ്ഞാൽ അപ്പോൾ പോലും ഒരു 10% വരുന്ന വ്യത്യാസം വോട്ടിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. BJPക്ക് അവിടെ വലിയ വോട്ടൊന്നുമില്ല. കാരണം ഇതിനു മുമ്പ് അവർ മത്സരിപ്പിച്ചത് ഭീമൻ രഘുവിനെയൊക്കെയാണ്. ഏതെങ്കിലും മനുഷ്യൻ വോട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചത് ജിതിൻ രാജിനെയാണ്. ഏതാണ്ട് 10% താഴെ വോട്ടുകളാണ് ഈ 2 പേർക്കും കിട്ടിയത്. നേരത്തെ 8%, 10%. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യോതികുമാർ ചാമക്കാല വളരെ കൃത്യമായി പത്തനാപുരത്ത് തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഉള്ളത് കൊണ്ട് ചില സത്യങ്ങളൊക്കെ പുറത്തു വരുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചാനൽ ചർച്ചകളിൽ വളരെ ആർജവത്തോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഇന്നലെ അദ്ദേഹം DYSPയെ വിളിച്ചു, കൊട്ടാരക്കര DYSP. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ പത്തനാപുരം സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ച് വെക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷേ അത് അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നുള്ളതാണ്. മിക്കവാറും ആ CCTV ദൃശ്യങ്ങൾ ഉടൻ തന്നെ ഇല്ലാതാകും എന്നുള്ളത് കൂടി ഞാൻ അറിയിക്കുന്നു. എന്താണെങ്കിലും ഗണേഷ് കുമാറിൻ്റെ കാത്തിരിപ്പ് വെറുതെ ആവില്ല